إن الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, റബ്ബിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ഒരു മാർഗം പിൻപറ്റിക്കൊണ്ടാണ് സത്യവിശ്വാസികളായ ഞാനും നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്. ആ ഒരു സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ വിഭിന്നങ്ങളായി തീരും, ഭിന്നിച്ചു പോകും, യഥാർത്ഥ പാതയിൽ നിന്നും നിങ്ങൾ തെറ്റിപ്പോകുമെന്ന്
വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തു അൻആമിൻ്റെ 153-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, വ അന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ. അതായത് ഇതത്ര എൻ്റെ നേരായ പാത, ഈ പാതയാണ്, അതായത് അള്ളാഹും റസൂലും നമുക്ക് കാണിച്ചു തന്ന ആ ഒരു പാതയാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അതാകുന്നു നേരായ പാത കൊണ്ട് ഫത്തബിഉ, നിങ്ങൾ ആ പാത നിങ്ങൾ പിന്തുടരുക, നിങ്ങൾ എന്നെ പിന്തുടരുക. വലാ തത്തബിഉ സുബുല, മറ്റുള്ള മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റുവാൻ പാടില്ല. മറ്റ് യാതൊരു മാർഗവും പ്രിയപ്പെട്ടവരെ അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത ഏതൊരു മാർഗവും ആര് പഠിപ്പിച്ചാലും, അത് എത്ര നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചാലും, വലാ തത്തബിഉ, നിങ്ങളത് പിൻപറ്റിപ്പോകരുത്. അങ്ങനെ പിൻപറ്റിക്കഴിഞ്ഞാൽ ഫതഫറഖ ബികും അൻ സബീലി, യഥാർത്ഥ മാർഗത്തിൽ നിന്നും അള്ളാഹുവും റസൂലും നമുക്ക് കാണിച്ചു തന്ന ആ ശരിയായ മാർഗത്തിൽ നിന്നും ഫതഫറഖ ബികും, നിങ്ങൾ ഭിന്നിച്ചു പോകും. ആ ശരിയായ പാതയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഭിന്നിച്ചു പോകും. നിങ്ങളെന്ത് ചെയ്യും? ആ ഒരു തെറ്റായ റൂട്ടിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ഈ കാര്യമുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞ ഈ കാര്യം, ദാലികും വസ്സാകും ബിഹി, അവൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുകയാണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി, അള്ളാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി അള്ളാഹു നമ്മെ അറിയിച്ച കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സിറാത്തുൽ മുസ്തഖീമിൽ നിങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പാതയിൽ നിന്നും വ്യതിചലിക്കുന്നതിനെ കൃത്യമായി ഞാനും നിങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ട്. ഏത് മാർഗത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ, ഏത് വിധേനയാണ് ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും പിശാച് നമ്മെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നത് പറയാൻ സാധിക്കുകയില്ല. അത് ചിലപ്പോൾ ഇസ്ലാമിൻ്റെ അകത്തു നിന്നും, അതായത് ഇസ്ലാമിൻ്റെ അകത്തു നിന്നും നമ്മെ വഴിതെറ്റിക്കാൻ കാരണമാകും. ചിലപ്പോൾ ഇസ്ലാമിൻ്റെ പുറത്തുനിന്നും ശത്രുക്കൾ എന്ത് ചെയ്യും? എക്കാലത്തും ശ്രമിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. അത് ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പാതയിൽ നിന്ന് നമ്മൾ വഴിതെറ്റിക്കുവാൻ വേണ്ടി ഇസ്ലാമിൻ്റെ അകത്തു നിന്നും പുറത്തുനിന്നും ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് കൃത്യമായി നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ അകത്തു നിന്നും നമ്മളെ വഴിതെറ്റിക്കുക? ഇസ്ലാമിൻ്റെ അകത്തു നിന്നും നമ്മളെ വഴിതെറ്റിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ പഠിപ്പിക്കാത്ത പുത്തനാചാരങ്ങൾ ദീനിൽ കടത്തിക്കൂട്ടിക്കൊണ്ട് ഇത് ദീനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ദീനിൻ്റെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അകത്തു നിന്നും എന്ത് ചെയ്യും? പണ്ഡിതന്മാർ നമ്മെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഇത് കൃത്യമായി പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം എന്നാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. ഈ ഒരു ഇസ്ലാമിൻ്റെ അകത്തു നിന്നും നമ്മളെ വഴിതെറ്റിക്കുവാൻ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഒരുപാട് അനാചാരങ്ങളും ഒരുപാട് ശിർക്കിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളുമുണ്ട്. അതിൽ തന്നെ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഇന്ന് ഒരുപാട് ആളുകൾ മറ്റെല്ലാത്തിനേക്കാളും കൂടുതൽ ശ്രേഷ്ഠകരമായിക്കൊണ്ട്, മറ്റെല്ലാ ആഘോഷങ്ങളെക്കാളും കൂടുതൽ വലിയ ആഘോഷമാക്കിക്കൊണ്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആഘോഷമാണ് ഈ റബീഉൽ അവ്വൽ നടക്കുന്ന നബിദിനാഘോഷം എന്നുള്ളത്. നമുക്ക് ഏവർക്കും സുഹൃത്തുക്കളെ, നമുക്ക് റബ്ബ് നൽകിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ റബീഉൽ അവ്വൽ ആരംഭിച്ചത് മുതൽ ഈ അറബി മാസങ്ങളിലെ 12 മാസങ്ങൾ കഴിഞ്ഞു പോയാലും ആ മാസങ്ങളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠകരമായ മാസത്തെ പോലെയാണ് ഇന്ന് ഈ മാസത്തെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പെരുന്നാൾ വന്നാൽ, ഒരു ബലിപെരുന്നാൾ വന്നാൽ, ഒരു ചെറിയ പെരുന്നാൾ വന്നാൽ പ്രിയപ്പെട്ട ഇല്ലാത്ത സന്തോഷമാണ് റബീഉൽ അവ്വൽ പിറക്കുമ്പോൾ ഇന്ന് പലപ്പോഴും ആളുകൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പെരുന്നാളിനെ വരവേൽക്കുന്നതിനേക്കാൾ എത്രയോ ആഘോഷമായിട്ടാണ് അലങ്കരിച്ചുകൊണ്ട്, അല്ലേ, പാട്ടുപാടിക്കൊണ്ട്, പ്രഖ്യാപിച്ചുകൊണ്ട്, വിളംബര ജാഥകൾ നടത്തിക്കൊണ്ടാണ് ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തെ ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാമിൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ ആർക്കും തർക്കമില്ലാത്ത, എല്ലാവരും അംഗീകരിക്കുന്ന രണ്ട് ആഘോഷം മാത്രം ഇസ്ലാമിലുള്ളൂ. ഏതാണ്? ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. ആർക്കും അഭിപ്രായത്തില്ല. എന്നാൽ ഈ പറയുന്ന നബിദിനാഘോഷം എന്നുള്ളത് ലോകാടിസ്ഥാനത്തിൽ തന്നെ ഒരു വിഭാഗം മാത്രമാണ് ആഘോഷിക്കുന്നുള്ളൂ.
അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ മറ്റൊരു പേരിൽ അറിയപ്പെടും, പുറത്തു പോയി കഴിഞ്ഞാൽ ഷിയാക്കൾ എന്നറിയപ്പെടും. ആ രൂപത്തിലാണ് പ്രിയപ്പെട്ടവർ ഇന്ന് ഈ ഒരു ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്ലാമിൽ ഇല്ലാത്ത ഒന്നാണ്. ഇതാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇസ്ലാമിൻ്റെ അകത്തു നിന്നും ഈ ഒരു സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും വഴിതെറ്റിക്കുവാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഏതൊരു പ്രവർത്തനത്തിൽ നിന്നും, തെറ്റായ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ വിട്ടുനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും വിട്ടുനിൽക്കാൻ ഒരു പ്രചോദനമാകണമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ വിട്ടുനിൽക്കണം എന്ന ഒരു ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കണമെന്നുള്ളതാണ്. എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കണം? അതല്ലെങ്കിൽ ഏത് കാര്യമാകട്ടെ, ഒരു ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കണമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ആ ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കണം? അതല്ല എങ്കിൽ ഒരു ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ഞാൻ ആ ഹറാമിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും ഹറാമിലേക്ക് പോകുമെന്നുള്ളതാണ്. നമ്മൾ തെറ്റാണെന്ന് മനസ്സിലാക്കി ഒന്നിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ വിട്ടുനിൽക്കുന്നു എന്ന് കൃത്യമായി പ്രിയപ്പെട്ടവരെ വിട്ടുനിൽക്കുന്ന നമ്മളും നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം സംഭവിക്കുന്ന എന്താണ്? കുറേ ആളുകൾ ചെയ്യുന്ന ഗവൺമെൻറ് ചെയ്യും, ഇതിനിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു, അല്ലേ? കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നമുള്ളത് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യും? പിശാച് കൊണ്ടുവരും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പലപ്പോഴും എന്താണ്, മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ പോലും അവർക്കത് ആഘോഷമാണ്, അവരുടെ വിശ്വാസപ്രകാരം അവർ ആഘോഷിക്കുന്നുണ്ട്. ആ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ പോലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ആഘോഷിക്കാനുള്ള കാരണം എന്താണ്? എല്ലാവരും ആഘോഷിക്കുന്നുണ്ടല്ലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ ചിന്ത കടത്തിക്കൊണ്ടുവരുന്നതിന് പകരം പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് അത് ആഘോഷിക്കാൻ പാടില്ല എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ആ ഒരു ചോദ്യം തന്നെയാണ് ഇവിടെയും നബിദിനാഘോഷത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നബിദിനാഘോഷം നടത്താത്തത്? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? ഒരിക്കലല്ലോ. പിന്നെ എന്താണെന്നുള്ളത് കൃത്യമായി നമ്മൾ ഓരോന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ആ വിഷയത്തിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുവാൻ സാധിക്കും. അതോടൊപ്പം അതിനോടൊരു ചെറിയ ഒരു അനുഭാവമുള്ള ആളുകൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് അത് ബിദ്അത്താകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും പ്രിയപ്പെട്ടവരെ അതിന് വിട്ടുക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം അത് ളലാലത്താണ്. ആ ളലാലത്ത് വഴികേടാണ്. വഴികേട് ഒന്ന് മാത്രമുള്ളൂ. ആ വഴികേടിൽ നല്ലതും ചീത്തയുമെന്നില്ല. ആ ളലാലത്ത് ഫിന്നാർ, നരകത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായി നമ്മൾ അടിവരയിട്ടുകൊണ്ട് ഈ ഓരോ പോയിന്റുകളും നമ്മുടെ മനസ്സിൽ കുറിച്ച് വെക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നില്ല? നമ്മളൊരു പ്രവാചക വിരോധികളായതുകൊണ്ടാണോ? ഒരിക്കലല്ലോ. അതിൻ്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഇസ്ലാം പരിപൂർണമാക്കിയത്. ഒരു പരിപൂർണ്ണാണ്. അവിടെ ഒന്നില്ല, ഒന്നും അതിലേക്ക് കൂട്ടിച്ചേർക്കുവാനോ ഒന്നും അതിൽ നിന്നും ഇല്ലാതാക്കുവാനോ ഒഴിവാക്കുവാനോ ഇല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അല്ലാഹു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഈ സമ്പൂർണമായ ഇസ്ലാമുണ്ടല്ലോ, എല്ലാ നിലക്കും അതിൻ്റെ എല്ലാ മേഖലയിലേക്ക് പോയി നോക്കിയാലും ആ ഇസ്ലാം നമുക്ക് തൃപ്തിപ്പെട്ട മതമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഈ ദീൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഹോദരൻ നോക്കി, നിങ്ങൾ ഈ സമ്പൂർണമായ ഇസ്ലാമിൽ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സംഗതി, ഒരു പ്രവർത്തനം നമ്മൾ കടത്തിക്കൂട്ടിക്കഴിഞ്ഞാൽ ഈ ദീൻ പൂർത്തിയാക്കാതെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയത് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഇതാണ് ഒന്നാമത്തെ കാരണം പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല നബിദിനാഘോഷം. കാരണം ദീൻ
പരിപൂർണമാക്കിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോയത്. അതുകൊണ്ട് ഇനി അതിലേക്ക് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അംശം പോലും കൂട്ടിച്ചേർക്കാനില്ല എന്ന് പ്രിയപ്പെട്ട നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഷയം നബിദിനാഘോഷം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത പുത്തനാചാരമാണ്. കാരണം വമാ ആതാകുമുർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് എന്താണോ കൊണ്ടുവന്നത് അതാണ് നിങ്ങൾ ഫഖുദൂ, നിങ്ങൾ സ്വീകരിക്കേണ്ടത്. വമാ നഹാകും അൻഹു ഫന്തഹു, അവിടുന്ന് എന്താണോ നിങ്ങളോട് വിരോധിച്ചത് നിങ്ങളതിന് വിട്ടു നിൽക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ദീനായി എന്ത് കൊണ്ടു തന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നുബുവത്തിന് ശേഷം 23 വർഷക്കാലം ജീവിച്ചിട്ടുണ്ട്. ഇത്രയധികം ആഘോഷമായിക്കൊണ്ട് എല്ലാത്തിനേക്കാളും വലിയ ആഘോഷമെന്ന രൂപത്തിൽ നമ്മുടെ നാടിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന നബിദിനാഘോഷത്തിന് ഇത്ര പ്രസക്തിയുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷത്തിനിടയ്ക്ക് അല്ലേ, നുബുവത്തിന് ശേഷം 23 വർഷത്തിനിടയ്ക്ക് എത്ര നബിദിന ജന്മദിനം കഴിഞ്ഞു പോയിട്ടുണ്ടാകും? എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഈ 23 വർഷത്തിനിടയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി കൊണ്ട് പഠിപ്പിച്ചു തന്ന വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് തുപ്പുന്നത് പോലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിക്കുന്നത് പോലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ അത്തഹിയ്യാത്തിരിക്കുമ്പോൾ വിരൽ ചൂണ്ടുമ്പോൾ നോക്കിയത് പോലും എങ്ങോട്ടാണ് നോക്കിയത്? വിരലിലേക്കാണ് നോക്കിയത്. ഇത്രത്തോളം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ദീനായി പഠിപ്പിച്ചത് കൃത്യമായി ഒരുപാട് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന ആ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ ഇതിനേക്കാൾ എത്രയോ വലിയ ഒന്നാണെന്ത് നബിദിനാഘോഷം എന്നത്. ആ നിലക്കാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ നബിദിനം ആഘോഷിക്കാതിരിക്കാനുള്ള രണ്ടാമത്തെ കാരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ സഹോദരങ്ങളെ പുത്തനാചാരങ്ങൾ എന്ന് പറഞ്ഞാൽ? നബി ചെയ്യാത്തത് എല്ലാം പുത്തനാചാരമാണോ? അല്ല. നബി ചെയ്യാത്തത് എല്ലാം പുത്തനാചാരമല്ല. നബി ദീനായിക്കൊണ്ട് പഠിപ്പിച്ചു തരാത്ത ഏതെങ്കിലും ഒരു കാര്യം ദീനായിക്കൊണ്ട് നമ്മൾ ചെയ്താൽ എന്ത് അത് പുത്തനാചാരമായി. അല്ലാതെ ഭൗതികമായ വിഷയങ്ങളല്ല, മതപരമായ വിഷയങ്ങളിൽ. ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരുപാട് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വാഹനം സഞ്ചരിക്കുന്നുണ്ട്, നമ്മൾ പിന്നെ വ്യത്യസ്തമായ ഡ്രസ്സുകൾ വാങ്ങുന്നുണ്ട്, നമ്മൾ കിടന്നുറങ്ങുന്നത് കട്ടിലാണ്, ബെഡ് നമുക്കുണ്ട്, അങ്ങനെ പലതുണ്ട്. നല്ല വിഷയം, അതിൽ തർക്കമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ മാ ലൈസ മിൻഹു, അതിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അതാണ് തള്ളപ്പെടേണ്ടത്. ഈ ഒരു ഹദീസ് നമ്മൾ കുറെ കേട്ട ഹദീസ് സഹോദരങ്ങളെ. പക്ഷേ ഈ ഹദീസ് നമ്മൾ കൃത്യം മനസ്സിലാക്കേണ്ടത് അവിടെ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കാര്യത്തിൽ, കാര്യത്തിൽ ദീനിൻ്റെ കാര്യത്തിൽ, ദീനിൽ ആരെങ്കിലും പുതുതായി ഒന്ന് കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടണം. പിന്നെ അതിന് യാതൊരു ന്യായീകരണത്തിന് വകുപ്പ് അവിടെ ഇല്ല എന്നുള്ളതാണ്. ഒരാൾ ദീനാണെന്ന് പറഞ്ഞുകൊണ്ട് ദീനിൻ്റെ പേരിൽ ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എത്ര വലിയ കാര്യമാണെങ്കിലും അത് തള്ളപ്പെടേണ്ടതാണ്. ഏതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമസ്കാരത്തിന് മുമ്പ് ഇഖാമത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലേ? നമസ്കാരത്തിന് മുമ്പ് ഇഖാമത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരാൾ മയ്യത്ത് നമസ്കരിക്കുമ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യാണ്? ഒരു പള്ളി തീരുമാനിക്കുകയാണ്, നമുക്ക് ഞാൻ മയ്യത്ത് നിസ്കാരത്തിൽ ഇഖാമത്തിനെ കൊടുക്കാം. എന്താ പ്രശ്നമുള്ളത്? ഇഖാമത്ത് നല്ല കാര്യമല്ലേ, നമസ്കാരത്തിന് മുമ്പുള്ളതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇഖാമത്ത് കൊടുത്താൽ അത് തള്ളപ്പെടണം എന്നുള്ളതാണ്. മാത്രമല്ല അവനെയും തള്ളപ്പെടണം എന്നാണ്, അംഗീകരിക്കാൻ പറ്റില്ല അയാളെ. ആ പ്രവർത്തനം തള്ളപ്പെടണം, ആ വ്യക്തിയെയും എന്ത് ചെയ്യും നമ്മൾ അംഗീകരിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം എന്നുള്ളത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നല്ലതാണെന്ന് കരുതി ഒരിക്കലും ചെയ്യാൻ പറ്റൂല. ദീനിൽ ഉള്ള സംഗതി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ നമുക്ക് പാടില്ല. ഇതുകൊണ്ടാണ് നമ്മൾ
ഈ ഒരു നബിദിനാഘോഷം ആഘോഷിക്കാത്തത്? മൂന്നാമത്തെ വിഷയം പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആഘോഷിച്ചില്ല മാത്രമല്ല 4 ഖലീഫമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സ്നേഹിച്ച, നബിയുടെ നിഴൽ പോലെ നബിയുടെ കൂടെ സഞ്ചരിച്ച 4 ഖലീഫമാരുണ്ട്. ഈ 4 ഖലീഫമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം വ്യത്യസ്തമായ ഖലീഫമാരുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ 13 വഫാത്താകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹിജ്റ 11 വഫാത്താകുന്നത്. 2-3 വർഷക്കാലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ഹിജ്റ 22 ആര് വഫാത്താകുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. 11 വർഷം പ്രിയപ്പെട്ടവരെ അതിനുശേഷം ആര് ജീവിച്ചു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിച്ചു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ഹിജ്റ 35 24 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം 24 കൊല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ജീവിച്ചിട്ടുണ്ട്. അതോടൊപ്പം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ഹിജ്റ 40 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം 29 വർഷക്കാലം അലി റളിയല്ലാഹു ജീവിച്ചിട്ട്. ഈ 4 ഖലീഫമാരും സഹോദരങ്ങളെ, ഇവരെ ചരിത്രം വിശദമായി നമ്മൾ പരിശോധിച്ച് നോക്കിയാലും എത്രയെത്ര നബിദിനാഘോഷങ്ങൾ വളരെ വിപുലമായി നടത്തുവാൻ ഇവർക്ക് വർഷങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഈത്തപ്പഴം പോലും ആ നാട്ടുകാർക്ക് വിതരണം ചെയ്തിട്ടില്ല. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ വിപുലമായി ആഘോഷിക്കേണ്ട ഒന്നാണെങ്കിൽ ഇത്ര വിപുലത കണ്ട ഏറ്റവും നിസ്സാരമായി കൊണ്ട് അല്ലേ, യഥേഷ്ടം ലഭിക്കുന്ന ഒരു ഈത്തപ്പഴം പോലും അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇന്ന് ഞങ്ങൾ സ്നേഹിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഈത്തപ്പഴം പോലും കൊടുത്തതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കൂല. സഹോദരങ്ങളെ, ഉണ്ടെങ്കിൽ വരേണ്ടതല്ലേ? ഇങ്ങനെ ആഘോഷിക്കേണ്ട ഒന്നാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൃത്യമായി നമുക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷേ എവിടെയും കാണുവാൻ സാധിക്കില്ല. അതുകൊണ്ട് 4 ഖലീഫമാരും പ്രിയപ്പെട്ടവരെ ഇത് ആഘോഷിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോ, സ്വഹാബികളെ കണ്ട താബിഊകളോ, താബിഊകളെ കണ്ട തബൗ താബിഊകളോ ഇവരാരും തന്നെ ഈ ഒരു ജന്മദിനാഘോഷം നടത്തിയതായി കാണുവാൻ സാധിക്കില്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അല്ലേ, ഒരു വ്യക്തിനെ ഏറ്റവും സ്നേഹിക്കാരാണ്, അവിടെ ഭാര്യയാണല്ലോ എല്ലാറ്റിനും കൂടെയുണ്ടായ, അവിടെ ഭാര്യയാൾക്കാണ് ഏറ്റവും അധികം സ്നേഹം ഉണ്ടാകുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം 46 വർഷം ആയിഷ ബീവി ജീവിച്ചിട്ടുണ്ട്. നീണ്ട 46 വർഷങ്ങൾ. നബിയുടെ കൂടെയുള്ള ഓരോ ചലനങ്ങളും ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. നബിയുടെ കൂടെയുള്ള യാത്രകൾ, നബിയോടൊപ്പം ഓടിക്കളിച്ചത്, അങ്ങനെ പലതും പ്രിയപ്പെട്ടവരെ ഹദീസിൽ കാണുവാൻ സാധിച്ചാൽ ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ജീവിത കാലഘട്ടത്തിലോ നബിയുടെ വഫാത്തിന് ശേഷമുള്ള 46 വർഷമുള്ള നീണ്ട കാലഘട്ടത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള, എൻ്റെ പ്രിയതമയോടുള്ള, എൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം എന്ന പേരിൽ ഒരിക്കലും തന്നെ ഒരു പ്രത്യേകമായ കർമ്മമോ ഒരു പ്രത്യേകമായ ഭക്ഷണമോ ഉണ്ടാക്കി വിതരണം ചെയ്തിട്ടില്ല. ഒരിക്കലും സഹോദരങ്ങളെ ഹദീസുകൾ തപ്പിയാൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഇതുകൊണ്ടാണ് നമ്മളും പ്രിയപ്പെട്ടവരെ ജന്മദിനാഘോഷം നടത്താത്തത്. ഈ പറഞ്ഞ 4 ഖലീഫമാരോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട് യുദ്ധരംഗത്ത് പോലും തൻ്റെ നെഞ്ച് വിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന കൂരമ്പുകൾ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അത് തടുത്തു വെച്ച സ്വഹാബിമാർ സഹോദരങ്ങൾ ആഘോഷിച്ചിട്ടില്ല. അതിനർത്ഥം എന്തല്ല, അവർക്കൊന്നും നബിയോട് സ്നേഹമുണ്ടായിരുന്നില്ല എന്നല്ല. ഇന്ന് പലപ്പോഴും പറയലങ്ങനെയാണ്, മുജാഹിദുകൾക്കെന്നില്ല നബിനോട് സ്നേഹമല്ല എന്നാണ് പറയാറുള്ളത്. സഹോദരങ്ങൾ, ഈ നബിദിനാഘോഷം നടത്താത്തതിൻ്റെ പേരിൽ മുജാഹിദുകൾക്ക് നബിയോട് സ്നേഹമില്ല എന്ന് പറയുകയാണെങ്കിൽ 4 ഖലീഫമാർക്കും അവിടുത്തെ ഭാര്യമാർക്കും സ്വഹാബത്തിൻ്റെ കൂടെ ജീവിച്ചവർക്കും അവരുടെ കൂടെ ജീവിച്ച തബൗ താബികൾക്കുമൊന്നും നബിയോട് സ്നേഹമില്ല എന്ന് പറയേണ്ടി വരും.
അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ഇത് ആഘോഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നബിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മറിച്ചെന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ദീനായി നമ്മെ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവർ, ഇവരാരും ചെയ്യാത്ത ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, അവിടുത്തെ ഖലീഫമാർ ചെയ്തിട്ടില്ല, ഭാര്യമാർ ചെയ്തിട്ടില്ല, താബികൾ ചെയ്തിട്ടില്ല, തബൗ താബികൾ ചെയ്തിട്ടില്ല. ഇവരാരും ചെയ്യാത്ത ഒരു കാര്യം പുതുതായി ചേർക്കുന്നതിലൂടെ ആരെങ്കിലും പിൽക്കാലത്ത് പുതുതായി ചേർത്ത് കഴിഞ്ഞാൽ നബിയോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട്, നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പുതിയ ഒരു കാര്യം ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതം പൂർത്തീകരിച്ചിട്ടില്ല എന്ന് വാദിക്കലാകും. അത് ഉറപ്പല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അവിടുത്തെ ഉത്തരവാദിത്വം ഡ്യൂട്ടി നിർവഹിക്കാതെയാണ് വഫാത്തായി പോയതെന്ന് വാദിക്കലാകും. ഇത് വെറുതെ പറയല്ല സഹോദരങ്ങൾ, ഇത് വെറുതെ പറയല്ല. നബിദിനാഘോഷം നടത്താമെന്ന് വാദിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ ഖലീഫമാരോ നബിയുടെ ഭാര്യമാരോ അല്ലെങ്കിൽ സ്വഹാബത്തിനെ കണ്ടവരോ അങ്ങനെയുള്ള ആ 3 തലമുറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ ഈ തലമുറ, അതിനുശേഷമുള്ളത് ഈ 3 തലമുറയിൽ നിന്നും ഈ വിഷയത്തിൽ അനുകൂലമായ ഒരു റിപ്പോർട്ട് പോലും ഇന്ന് വരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെന്താ പറയുക? അതിനുശേഷം വന്ന കുറേ കെട്ടുകഥകളും കുറേ കള്ളക്കഥകളും അഭിപ്രായ വ്യത്യാസമുള്ള റിപ്പോർട്ടുകളും പണ്ഡിതന്മാർക്കിടയിലൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള കുറേ റിപ്പോർട്ടുകളൊക്കെ എടുത്ത് എന്ത് ചെയ്യും, അതിങ്ങനെ കൊണ്ടുവരികയാണ്. ഒരിക്കലും ഈ പറഞ്ഞ 3 തലമുറയിൽ നിന്നും അത് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതാണ് 5ാമത്തെ കാരണം സഹോദരങ്ങളെ. ഇവരാരും ചെയ്യാത്തത് കൊണ്ട് നമ്മളും ചെയ്യുന്നില്ല, അതിലപ്പുറം ഒന്നും പറയാനില്ല. നബിയെ സ്നേഹിക്കുക എന്നതിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, പേക്കൂത്തുകൾ ഇവരാരും ചെയ്യാത്തത് കൊണ്ട് ഞങ്ങളും ചെയ്യുന്നില്ല എന്ന നിലപാട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ കൃത്യമായി നിങ്ങളും ഉറപ്പിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി ആരാ കൊണ്ടുവന്നത്? പിന്നെ ഇവരാരും ചെയ്തിട്ടില്ലെങ്കിൽ ആരത് ആദ്യം കൊണ്ടുവന്നത്? ആദ്യം നബിദിനാഘോഷം തുടങ്ങിയത് ഹിജ്റ 4-ാം നൂറ്റാണ്ടിലാണ്. ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കളിലെ ഫാത്തിമിയ വിഭാഗത്തിൽപ്പെട്ട ഉബൈദി ഭരണാധികാരിയാണ് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബീവിയുടെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇവരൊക്കെ ജന്മദിനം തുടങ്ങിയതാരാണ്? ഷിയാക്കളാണ്. ആലോചിച്ച് നോക്കണം. അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നും നമ്മളെന്ത് ചെയ്യും? ഈ പാതം തെറ്റിക്കുന്ന അർത്ഥം. അത് നമ്മുടെ നാട്ടിൽ പല കോലത്തിലും അറിയപ്പെടും, പുറത്തു പോയി കഴിഞ്ഞാൽ ഷിയാക്കൾ എന്നറിയപ്പെടും. ഈ ഷിയാക്കളുടെ ഒരു ആചാരമാണെന്ത്? ആഘോഷമാണ് നബിദിനാഘോഷം എന്നുള്ള കൃത്യമായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നാരാണ്? പിന്നെ ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ ഹിർബൽ ഭരിച്ച മുളഫർ രാജാവാണ് മുസ്ലിം ഉമ്മത്തിലേക്ക് വ്യാപകമായി ഇത് കൊണ്ടുവന്നത്. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോകുന്ന സാധനമാണത്. അപ്പം എന്താണ്? ഹിജ്റ 700-ലാണ് മുസ്ലിം ഉമ്മത്തിലേക്ക് വ്യാപകമായി വന്നത്. അതിനു മുമ്പ് ഹിജ്റ 400-ൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ 3 തലമുറയിൽ ഇത് കാണുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായി സഹോദരങ്ങളെ, എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ജന്മദിനാഘോഷം നടത്തുന്നില്ല? ഓരോ വർഷം കൂടുന്തോറും വ്യാപകമാകുകയാണ്. ഓരോ വർഷം കൂടുന്തോറും വ്യത്യസ്തമായ രൂപത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? ഇതിന് കൃത്യമായ രൂപമില്ലാത്തതുകൊണ്ടാണ്. അത് മനസ്സിലാക്കിയാൽ മതി. ഇതിന് കൃത്യമായ രൂപമില്ലാത്തത് കൊണ്ടാണ് ഓരോ വർഷം കഴിയും തോറും വ്യത്യസ്തമായ രൂപത്തിലേക്ക് എന്ത് ചെയ്യണത്? ഈ ജന്മദിനാഘോഷം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? നമ്മൾ പെരുന്നാൾ ആഘോഷിക്കണില്ലേ? ഓരോ വർഷം വ്യത്യസ്തമായ രൂപമുണ്ടോ? ഇല്ലല്ലോ. പെരുന്നാൾ ആഘോഷിക്കുമ്പം ചെറിയ പെരുന്നാൾ എങ്ങനെ ആഘോഷിക്കണമെന്ന് കൃത്യമായ രൂപമുണ്ട്. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ബലിപെരുന്നാൾ എങ്ങനെ ആഘോഷിക്കണമെന്നുള്ളതിന് കൃത്യമായ രൂപമുണ്ട്. അത് കൃത്യമായി നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ജന്മദിനാഘോഷത്തിന് കൃത്യമായ രൂപം ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യണത്. ഇന്ന് ഓരോ വർഷം തോറും വ്യത്യസ്തമായ ശൈലിയിലും കോലത്തിലുമാണ് ചെയ്യണത് ഇന്ന് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് എന്താ മനസ്സിലാക്കുന്ന വിഷയമാണ്. എന്താ അത് ഇങ്ങനെയെന്ന് ആലോചിക്കാൻ മതി. ഓരോ കൊല്ലം കഴിയുന്തോറും വ്യത്യസ്തമായ കോലത്തിലാണ് വരുന്നതെന്ന് ആലോചിച്ചത് എന്ത് ചെയ്യും? ഇത് കൃത്യമായി പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്.
അതോടൊപ്പം തന്നെ ഇനി അവിടുന്നൊക്കെ പോന്നു കഴിഞ്ഞാലും മുൻഗാമികളും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് പോലും പരിചയമില്ലാത്ത പ്രവർത്തനമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ജന്മദിനാഘോഷം എന്നുള്ളത്. അതാരൊക്കെയാണ്? 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ. ഇതാഘോഷിക്കുന്ന ആളുകൾ അംഗീകരിക്കുന്നവരാണ്. പക്ഷേ ഈ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ, ഇമാം ഷാഫി റഹിമുള്ള അടക്കമുള്ള മദ്ഹബിൻ്റെ ഇമാമുകൾക്ക് പരിചയമില്ലാത്ത ഒന്നാണ് ഇത്. അവരൊന്നും തെളിവ് കണ്ടെത്താൻ കഴിയില്ല. ഈ 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളിൽ നിന്നും ഇതിനൊരു തെളിവ് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കാത്തത്. മദ്ഹബിൻ്റെ ഇമാമുമാരും ഇതിന് യാതൊരു പിൻബലമോ അടിസ്ഥാനമോ നൽകിയിട്ടില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ കാരണങ്ങൾക്കെല്ലാം എന്തെങ്കിലും മറ്റു വാദമുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഈ പറഞ്ഞ ഓരോ വിഷയത്തിനും 5-8 കാര്യങ്ങൾക്ക് ഒരിക്കലും മറുവാദങ്ങളില്ല. അത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ പ്രവാചകന്മാർ, ഓരോ സ്വഹാബിമാരുടെ കാലത്തും, നബിയുടെ ഭാര്യമാരുടെ ജീവിതത്തിലും, സ്വഹാബികളുടെ ജീവിതത്തിലും, ഖലീഫമാരുടെ ജീവിതത്തിലും എന്ത് ചെയ്യണം? കൃത്യമായത് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ രേഖപ്പെടുത്തി കാണിക്കാൻ സാധിക്കണം. അത് ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടത് നമ്മൾ എന്ത് ചെയ്യണത്? ഈ ഒരു നബിദിനാഘോഷം എന്ന് പറയുന്ന ബിദ്അത്ത്, പുത്തനാചാരം നമ്മൾ കൊണ്ടാടാത്തത് കൃത്യമായി നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതുകൊണ്ട് എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ ആഘോഷിക്കാമെന്ന ചിന്ത ഒരിക്കലും ദീനിൽ നമുക്കൊരു തെളിവായിട്ട് ഒരു അടിസ്ഥാനമായിക്കൊണ്ട് നമുക്ക് സ്വീകരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന് പ്രത്യേകിച്ച് നിയമങ്ങൾ നിർദ്ദേശങ്ങൾ ആവശ്യമില്ല, ഇല്ലല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ എന്തില്ല? ഒരു നിയമത്തിൻ്റെയും നിർദ്ദേശത്തിൻ്റെയും ഖുർആന്റെ ഹദീസിൻ്റെയും ആവശ്യമൊന്നുമില്ല. ആരെങ്കിലും പറയുന്നുണ്ട് അത് ഞങ്ങൾ ചെയ്യാണ്, എല്ലാവരും ചെയ്യുന്നുണ്ട് അത് ഞങ്ങളും ചെയ്യാണ് എന്ന ഒരു നിലപാട് ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകുവാൻ പാടില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. صلي على محمد وعلى آل محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ജന്മദിനാഘോഷം എന്തുകൊണ്ട് നമ്മൾ നടത്തുന്നില്ല എന്നുള്ളതിനുള്ള കാരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഒരു പ്രവർത്തനം അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പൂർത്തിയാക്കി തന്ന, പരിപൂർണമാക്കി തന്ന, ദീനിൽ ഇല്ലാത്ത ഒന്നായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ ഒരുപാട് അനാവശ്യ പ്രവർത്തനങ്ങൾ കൂടി ഇതിൽ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബിയെ സ്നേഹിക്കുക എന്നതിൻ്റെ പേരിൽ ഓരോ വർഷവും നമ്മൾ സൂചിപ്പിച്ചു വ്യത്യസ്തമായ അനാവശ്യമായ പ്രവർത്തനങ്ങൾ, തിന്മകൾ, ഹറാമുകൾ കടത്തിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഇതിനൊരു കൃത്യമായ മാതൃക ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലേ? പല വർഷങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ക്രിസ്ത്യാനികൾ ക്രിസ്തുമസിന് അവർ കാട്ടിക്കൂട്ടുന്ന പല പ്രവർത്തനങ്ങളുമാണ് ഇന്നെന്ത് ചെയ്യണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? അവർ ഉണ്ണിയേശുവിനെ നിർമ്മിക്കുന്നു, ഇവിടെ ഉണ്ണി മുഹമ്മദിനെ നിർമ്മിക്കുന്നു. അതേപോലെ പുൽക്കൂടുണ്ടാക്കുന്നു, പള്ളികൾ അലങ്കരിക്കുന്നു, നബിദിന റാലികൾ വ്യത്യസ്തമായ രൂപത്തിലാണ് ഓരോ വർഷവും കടന്നുകൊണ്ടിരിക്കുന്നത്. DJ പാർട്ടികളും മ്യൂസിക്കും ഒക്കെ ഇട്ടെന്ത് ചെയ്യാണ് റോട്ടിലൂടെ തുള്ളി നടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണിത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കാരണം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്.
ഇതിനെന്തില്ല, കൃത്യമായ ഒരു മാതൃകയല്ല. ഒരു രീതി ഉണ്ടാകുമല്ലോ. ഇപ്പോൾ റബീഉൽ അവ്വൽ 12 എന്താണ് ചെയ്യേണ്ടത് ഹദീസിൽ കാണാൻ സാധിക്കുമല്ലോ. ഇപ്പോൾ പെരുന്നാളാകുമ്പോൾ ഇതിന് ഓരോ വിഷയങ്ങളുണ്ട്. നേരത്തെ എണീക്കണം, കുളിക്കണം, പള്ളിയിലേക്ക് പോകുമ്പം ഇങ്ങനെ പോകണം, തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ വരണം എന്ന പല ഹദീസുകളും കാണാൻ സാധിക്കും. അതൊന്നും സഹോദരൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നെന്ത് ചെയ്യണത്, ഈ രൂപത്തിൽ സ്ത്രീ പുരുഷ കൂടിക്കലരുകളും അതിൻ്റെ പേരിലുള്ള നബിദിന പരിപാടികളിലും ഒക്കെ എന്ത് ചെയ്യാണ്, സ്ത്രീകൾക്ക് യാതൊരു നിയന്ത്രണമില്ല, പള്ളിക്ക് മാത്രം നിയന്ത്രണമുള്ളൂ. ആലോചിച്ച് നോക്കണം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് ഇതൊക്കെ. പള്ളിയെ തൊട്ട് തടയുവാൻ ഹിജാബിൻ്റെ ആയത്തോതിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഇന്ന് ഉസ്താദുമാർ സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയാണ്. പള്ളിക്ക് വരുന്നില്ലല്ലോ. കാരണം എന്താണ്, ഹിജാബിൻ്റെ ആയത്തോതിക്കൊണ്ട് എന്ത് ചെയ്യാണ്, പള്ളിയെ തൊട്ട് തടയാണ്. പക്ഷേ ഈ ഹിജാബിൻ്റെ ആയത്തോതിക്കൊണ്ട് ഈ ആഘോഷത്തിൻ്റെ പേരിൽ പുറത്തിറങ്ങുന്ന സ്ത്രീകളെ തടയാൻ ഉസ്താദുമാർക്ക് സാധിക്കുന്നില്ല. ഒരു റാലി പോകുമ്പോൾ റോട്ടിൽ മുഴുവൻ പെണ്ണുങ്ങളാണ്, അനിസ്ലാമിക വസ്ത്രം ധരിച്ച് ഒക്കെ എന്ത് ചെയ്യാണ്, ഒരു റാലി പോണ സമയത്ത് ഇങ്ങനെ വരിയായിട്ട് റോട്ടിൽ നിൽക്കുകയാണ് നോക്കിങ്ങാണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അത് തടയാൻ സാധിക്കണില്ല? എന്നാൽ ഇതേ പെണ്ണുങ്ങൾ അള്ളാൻ്റെ പള്ളിയിലേക്ക് വരുമ്പോൾ എന്താണ്, അതിന് ഹിജാബിൻ്റെ ആയത്തോതി എന്ത് ചെയ്യാണ്, അവരെ തടയാണ് പള്ളിയിൽ നിന്ന്. അതിൻ്റെ കാരണം നമ്മൾ കൃത്യമായി സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് അനാവശ്യങ്ങൾ ഹറാമുകളിലേക്ക് കടന്ന് അത് തടയാൻ ഇവർക്ക് സാധിക്കൂല. കാരണം അത് പറഞ്ഞു കൊടുക്കാന്നില്ല, കൃത്യമായൊരു തെളിവോ അടിസ്ഥാനമോ അവരുടെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, ഇവിടെ നബിദിനാഘോഷം തിന്മകളിൽ നിന്നും അനാവശ്യമായ പ്രവർത്തന മുക്തമല്ല. അതൊരുപാട് അനാവശ്യങ്ങളും ഹറാമുകളും അതിലേക്ക് കടന്നുകൂടി കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് ഇതിന് കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട വിഷയമാണ്. മാത്രമല്ല ഇതൊരു അതിര് കവിയലാണ്. ഇതൊരു അതിര് കവിയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തേടുന്ന മൗലിദ് എന്ന് പറഞ്ഞുകൊണ്ട് തേടുന്ന ശിർക്കൻ വരികൾ കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും. നബിയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന വരികൾ കാണാൻ സാധിക്കും. ഇതൊക്കെ എന്താണ്, അതിര് കടന്നു പോയാൽ അല്ലേ, ആദരവ് കൂടിക്കഴിഞ്ഞാൽ അത് ആരാധനയിലേക്ക് എത്തുന്നുള്ളതാണ്. ഒരായത്ത് മാത്രം ഓതി അവസാനിപ്പിക്കുകയാണ്. അതിര് കവിത ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇയ്യാക്കും വൽ ഉലൂവ ഫിദ്ദീൻ, നിങ്ങൾ ദീനിൽ അതിര് കവിയുന്നത് സൂക്ഷിക്കണം. നോക്കണം, നിങ്ങൾ കൃത്യമായി പറഞ്ഞു ഖുർആനിൽ. ഇയ്യാക്കും ഫിദ്ദീൻ അല്ല, ഇയ്യാക്കും വൽ ഉലൂവ ഫിദ്ദീൻ, ദീനിൽ നിങ്ങൾ അതിര് കവിയുന്നത് സൂക്ഷിക്കണം. കാരണം ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകുമുൽ ഉലൂവ ഫിദ്ദീൻ, മുൻകഴിഞ്ഞു പോയ ഒരുപാട് സമുദായങ്ങൾ നശിക്കുവാനുള്ള കാരണം അവർ ദീനിൽ അതിര് കവിഞ്ഞതുകൊണ്ടാണ്. ഈ ഒരു അതിര് കവിയലാണ് ഇന്നും ചെയ്യണത്. നബിയോടുള്ള സ്നേഹം എന്ന പേരിൽ ഒരു ഉദ്ദേശം ഓക്കെയാണ്, കാരണം നബിനെ സ്നേഹിക്കുകയാണ്. പക്ഷേ ആ വിഷയത്തിൽ അതിര് കവിഞ്ഞതുകൊണ്ട് തന്നെ നബിയോടുള്ള സ്നേഹം എന്ന പേരിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്ത് ചെയ്ത് അത് പല നിലക്കും ചെയ്ത് ഹറാമിലേക്കും ഷിർക്കിലേക്കും എത്തുന്ന ഒരവസ്ഥയിലേക്ക് പിന്നെ ജനങ്ങളെന്ത് ചെയ്യണം, അവർ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു വിഷയത്തിലും അതിര് കവിയാൻ പാടില്ല. ഈ അതിര് കവിച്ചിലാണ് നബി സ്നേഹം അതിര് വിട്ടപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്ത്, ഈ DJ പാർട്ടികളും ഈ സ്ത്രീ പുരുഷ കൂടിക്കലരുകളും ഈ ഡാൻസും റാലിയും മറ്റുമൊക്കെ എന്ത് ചെയ്യാണ്, ഈ നബി സ്നേഹം അതിര് വിട്ടപ്പോൾ സംഭവിച്ച ഒന്നാണെന്താണ്, മൗലീദിൽ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികൾ പോലും വരാനുള്ള കാരണം ഈ അതിര് കവിച്ചലാണ്. അതുകൊണ്ട് പ്രിയ സഹോദരർ, കൂടുതൽ ഈ വിഷയങ്ങൾ കൃത്യമായി നമ്മൾ പഠിക്കുക. നമ്മുടെ സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും ഒക്കെ എന്ത് ചെയ്യുക, ഈ വിഷയത്തിൽ അവർ ഉത്ബുദ്ധരാക്കുക. കാരണം വലിയ തിന്മയാണ് പ്രിയപ്പെട്ടവരെ ബിദ്അത്ത് എന്നുള്ളത്. കാരണം ബിദ്അത്ത് ആളുകൾ ചെയ്യുന്നത് ഇതെന്തോ വലിയ സൽക്കർമ്മമാണെന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് അവരത് പിന്മാറാൻ കുറച്ച് പ്രയാസമായിരിക്കും. എന്നാൽ ഹറാമുകൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടാകുന്നത്, ഞാൻ ചെയ്യണത് ഹറാമാണ് എന്നറിയാം. അപ്പം അതിനേക്കാൾ ഗൗരവമാണെന്ത്, ബിദ്അത്ത് എന്നുള്ളത്. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. കാരണം ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തിക്ക് അറിയില്ല ഇത് ളലാലത്താണ്,
കുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികളും നരകത്തിലേക്ക് എത്തിക്കുമെന്ന് അവൻ ഒരിക്കലും വിചാരിക്കണില്ല. അവൻ മനസ്സിലാക്കുന്നത് ഇത് നബിയോടുള്ള സ്നേഹമാണ്, ഇത് വലിയൊരു ഇബാദത്താണ്, സൽക്കർമാണ് എന്ന് കരുതിയിട്ടാണ് ആളുകൾ നേടുന്നത് ബിദ്അത്തുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം കൃത്യമായി നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. എന്തുകൊണ്ടാണ് ഇത് ബിദ്അത്താകുന്നത് എന്ന് നമ്മൾ ഓരോ വിഷയങ്ങളും അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൃത്യമായി നമ്മുടെ വിശ്വാസം നമ്മൾ ആദ്യം ഈ വിഷയത്തിൽ ഉറപ്പിക്കുക. അതോടൊപ്പം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, ഈ വിഷയത്തിൽ അവരെ ഉത്ബുദ്ധരാക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു കടമയായിക്കൊണ്ട് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ ബിദ്അത്തുകളിൽ നിന്നും ശിർക്കിൽ നിന്നും ഹറാമിൽ നിന്നും നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.